എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തും കിങ്സ് ഇൻഫ്രാവെഞ്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഷാജി ബേബി ജോൺ നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യൻ അക്വാകൾച്ചർ രംഗത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ വളരെ ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇന്ത്യൻ അക്വാകൾച്ചർ രംഗത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഷെയർ ഹോൾഡേഴ്സിനും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ് മാർക്കറ്റിലെ. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും താഴെയായിരുന്നു. ടെസ്ല മാത്രമാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ടെസ്ല റെക്കോർഡ് ഹൈന് അടുത്ത് വരെ എത്തിയിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ടെസ്ലയുടെ പെർഫോമൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അടുത്ത ദിവസങ്ങളിലും ടെസ്ല വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. കാരണം ഹ്യൂമനോയിഡ് റോബോട്ട് രംഗത്ത് അതുപോലെ തന്നെ ഓട്ടോണമസ് വെഹിക്കിൾ രംഗത്ത് നിന്നുള്ള റവന്യൂ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്പേസ് എക്സിൻ്റെ IPO പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ടെസ്ലയെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. അടുത്ത ദിവസങ്ങളിൽ ടെസ്ല വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ മെറ്റ പ്ലാറ്റ്ഫോമും അമേരിക്കയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അമേരിക്കൻ ഇൻഡെക്സ് ഫീച്ചേഴ്സ് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി കാണിച്ചിട്ടുള്ളൊരു കമോഡിറ്റിയാണ്. അതോടൊപ്പം തന്നെ സിൽവറും നല്ല വൊളാറ്റിലിറ്റി കാണിച്ചിരുന്നു. ഇന്നലെ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറിയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $4,295 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് സ്പോട്ട് ഗോൾഡ്. അതോടൊപ്പം സിൽവർ ഇന്ന് മോർണിംഗിൽ $63.08 പെർ ഔൺസിനാണ് സിൽവർ സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും വീക്കാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $60.22 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. 90.80 ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ലോ. വീണ്ടും ഒരുപക്ഷെ ഇന്ത്യൻ റുപ്പി താഴെ വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ നവംബർ മാസത്തെ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. $24.53 ബില്യൺ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിലെ $41.68 ബില്യൺ ആയിരുന്നു. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. താരിഫുകൾ ഉണ്ടായിട്ട് പോലും അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്സ് നവംബർ മാസത്തിൽ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു കോൺഫിഡൻസ് ആണ് ഇന്ത്യൻ എക്കണോമിക്ക് നൽകുന്നത്. അതേസമയം റുപ്പി ഡിപ്രീസിയേഷൻ തീർച്ചയായിട്ടും അതിൻ്റെതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ എക്കണോമിയിലും അതുപോലെ തന്നെ മാർക്കറ്റിലും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ അറസ്റ്റ് ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലും ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും ഓവറോൾ ന്യൂസ് ഫ്ലോസ് ഇന്ത്യനെ സംബന്ധിച്ച് ഫേവറബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ AI പകരമായിട്ട് ഹെഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും 2026 അത്തരത്തിലുള്ളൊരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നിഫ്റ്റിയും സെൻസസും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SKF ഇന്ത്യ പ്രൊമോട്ടേഴ്സ് SKF ഇന്ത്യയിൽ സ്റ്റേക്ക് കൂട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡൽഹി വറി അവർ പുതിയ ഒരു ഇൻട്രാ സിറ്റി ഷിപ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി വറി ആപ്പിൽ കൂടിയുള്ള ഒരു ആപ്പാണ്. മുംബൈയിലും ഹൈദരാബാദിലാണ് ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂ ജനറേഷൻ ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ് ഡൽഹി വറിനെ സംബന്ധിച്ച്. ഡെക്കാൻ ഗോൾഡ് മൈൻ ഇന്ത്യയിലുള്ള ഏക പ്രൈവറ്റ് ഗോൾഡ് മൈൻ കമ്പനിയാണ്. അവരുടെ പുതിയൊരു അവരുടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഓൾറെഡി. ജോൺ
ജോനഗിരി ഗോൾഡ് പ്രൊജക്റ്റ്, ഈ ജോനഗിരി ഗോൾഡ് പ്രൊജക്റ്റിലെ ട്രയൽ റൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചേക്കാം. ഗോൾഡ് മൈൻ കമ്പനികളൊക്കെ ഗ്ലോബലി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്കാൻ ഗോൾഡ് മൈനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. അയൺ എക്സ്ചേഞ്ച് ഇന്നലെ 205 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയ്റോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ള കമ്പനിയാണ്. ഡാറ്റാ സെൻറ്ററുകൾക്കുള്ള കൂളിംഗ് സൊല്യൂഷൻസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എയ്റോഫ്ലെക്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. സെനോറസ് ഫാർമ 100% ഇക്വിറ്റി അപ്പനാർ ഫാർമ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വന്ന ന്യൂസാണ്. ഓൾറെഡി ആ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് സെനോറസ് ഫാർമയിലുണ്ട്. ലോങ് റണ്ണിൽ സെനോറസ് ഫാർമയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ സ്റ്റാർ സിമെന്റ്, അതുപോലെ തന്നെ സൂര്യ റോഷ്നിയോ, ഒപ്പം ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസസിലും പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് സെല് ചെയ്തിട്ടുള്ളത് KPIT എഞ്ചിനീയറിംഗിലാണ്. KPIT ടെക്നോളജിയിൽ പ്രൊമോട്ടേഴ്സ് സെല് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 1468.32 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1792.25 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ. നല്ല വൊളാറ്റിലിറ്റിയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ. ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ള മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാൻ. നമ്മളെ സംബന്ധിച്ച് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്യൻ യൂണിയനായിട്ടാണ് മുന്നിലുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇവന്റ് ആയിട്ട് വരാൻ പോകുന്നത്. അതിനുശേഷം US ട്രേഡ് ഡീലും വന്നേക്കാം. അതേസമയം റുപ്പി ഡിപ്രീസിയേഷൻ ഒരു കോസ് ഫോർ കൺസേൺ ആണ്. പക്ഷേ ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റുപ്പി ഡിപ്രീസിയേഷന്റെ ഇമ്പാക്റ്റ് ഒരു പരിധിവരെ അത് ലഘൂകരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ബ്രന്റ് ക്രൂഡ് ഓയിലാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസ് താഴെ വരികയാണെങ്കിൽ, സിൽവർ പ്രൈസ് താഴെ വരികയാണെങ്കിൽ അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് റുപ്പി ഡിപ്രീസിയേഷൻ വന്നാൽ പോലും കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാതെ ഇന്ത്യൻ എക്കണോമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതോടൊപ്പം എക്സ്പോർട്ട് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഇന്ത്യൻ റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ. നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്തോളൂ. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ഡിപ്പ് ബൈങ് മോഡിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിപ്പ് ബൈങ് നടത്തുന്നതായിരിക്കും നല്ലത്. ICICI Prudential AMC ഇന്ന് അവസാനിക്കുകയാണ്. നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു IPO ആരംഭിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്നു ഈ IPO. KSH ഇന്റർനാഷണൽ ആണ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. 384 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ IPO ന്യൂസുകൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.